വെളുപ്പിന് 4 മണിക്ക് പതിവ് പോലെ അലാറം വെച്ച് ഉറക്കമെഴുന്നേറ്റ വീട്ടമ്മ അവരെ എന്നത്തെയും പോലെ അടുക്കളയിലേക്ക് തൻ്റെ ജോലികൾ ആരംഭിക്കാനായി പോവുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്ന 72 വയസ്സുള്ള ഭർത്താവിൻ്റെ അച്ഛൻ്റെ മുറിയിൽ നിന്നും ഒരു പതിഞ്ഞ് അടക്കി പിടിച്ച സൗണ്ട് അവർ കേൾക്കുന്നത്. ഒറ്റയ്ക്ക് കിടക്കുന്ന ആ വൃദ്ധൻ്റെ മുറിയിൽ എന്താണ് ഈ സൗണ്ട് എന്ന് നോക്കാനായി ആ സ്ത്രീ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവർ വാ പൊത്തിപ്പോയി. എന്താണ് ആ മുറിയിൽ ആ മരുമകൾ കണ്ട കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ ഗുജിലിയം പാറയ്ക്കടുത്ത് താമസിച്ചിരുന്ന കൂലിപ്പണിക്കാരനാണ് 74 വയസ്സുള്ള രംഗസ്വാമി. ഇയാൾക്ക് ഒരു മകളും ഒരു മകനുമാണ് ഉള്ളത്. കഷ്ടപ്പെട്ട് മക്കളെ 2 പേരെയും പഠിപ്പിച്ച് ജോലിയൊക്കെ നേടിക്കൊടുത്തു. 2 മക്കളും കോയമ്പത്തൂരിലാണ് ജോലി വാങ്ങിച്ചു പോയത്. അധികം താമസിയാതെ തന്നെ രംഗസ്വാമിയുടെ മകൾക്ക് കോയമ്പത്തൂരിലുള്ള ഒരു പയ്യനെ തന്നെ അയാൾ വരനായി കണ്ടുപിടിച്ച് വിവാഹവും കഴിപ്പിച്ചു. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം മകൻ്റെ വിവാഹവും നടത്തുകയാണ്. അങ്ങനെ മകളും മകനും അവരുടെ ഫാമിലിയോടെ കോയമ്പത്തൂരിൽ തന്നെ സെറ്റിൽഡായി. നാട്ടിൽ രംഗസ്വാമിയും ഭാര്യയും മാത്രം തനിച്ചായി. എന്നാലും അവർ സന്തോഷത്തോടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ആ കുടുംബത്തിൽ ഒരു സങ്കടകരമായ കാര്യം നടക്കുകയാണ്. രംഗസ്വാമിയുടെ ഭാര്യ അസുഖബാധിതയാവുകയും മരണപ്പെടുകയും ചെയ്യുന്നു. ഇത് രംഗസ്വാമിയെ വല്ലാതെ തളർത്തി. ആ വീട്ടിൽ ഒറ്റയ്ക്കായ അയാളെ മക്കൾ 2 പേരും തങ്ങൾക്കൊപ്പം വന്ന് താമസിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ രംഗസ്വാമി അതിന് തയ്യാറായില്ല. എനിക്ക് ഈ ഗ്രാമം വിട്ട് വരാൻ ഇഷ്ടമല്ല, അതിനാൽ എന്നെ നിങ്ങൾ നിർബന്ധിക്കരുതെന്ന് അയാൾ മക്കളോട് ശക്തമായി പറഞ്ഞു. തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോയ മക്കള് മാസാമാസം അച്ഛനുള്ള ചിലവിൻ്റെ പൈസയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. അത്യാവശ്യം ഭൂസ്വത്തൊക്കെ ഉള്ള ആളാണ് ഈ രംഗസ്വാമി. എന്നും അച്ഛന് ഈ മക്കൾ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ തിരക്കുകയും ലീവ് കിട്ടുമ്പോഴൊക്കെ ഓടിപ്പാഞ്ഞ് 2 മക്കളും അച്ഛനെ കാണാൻ വരികയും ചെയ്യും. അങ്ങനെ രംഗസ്വാമിയുടെ ജീവിതം ഇങ്ങനെ നീങ്ങുകയാണ്. ഇയാൾക്ക് ഗ്രാമത്തിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരുമായിട്ട് ചീട്ടുകളിയും ചായക്കടയിൽ പോയിരുന്നുള്ള വർത്തമാനവും പിന്നീട് അവരുടെയൊക്കെ വീട്ടിൽ പോയിരുന്നുള്ള സംസാരങ്ങളും അങ്ങനെയൊക്കെയാണ് ഇയാൾ നാളുകൾ നീക്കിയിരുന്നത്. ഇങ്ങനെ പോകവേ ഒക്ടോബർ 12, 2024 ഗുജിലിയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിക്കാരൻ ഓടി വരികയാണ്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പേര് യുവരാജ്. എൻ്റെ അച്ഛനെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. അദ്ദേഹത്തിൻ്റെ പേര് രംഗസ്വാമി എന്നാണ്. ഞാൻ കോയമ്പത്തൂരിൽ ഫാമിലിയായിട്ട് സെറ്റിൽഡാണ്. അച്ഛനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. നാട്ടിലുള്ള ബന്ധുക്കളെയൊക്കെ വിളിച്ച് തിരക്കിയെങ്കിലും ആരും അച്ഛനെ 2-ാം തീയതി മുതൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പോലീസ് ആ കംപ്ലൈൻറ്റ് സ്വീകരിച്ച് രംഗസ്വാമിയുടെ മകനെ സമാധാനിപ്പിച്ച് വിടുന്നു. അന്ന് തന്നെ പോലീസ് ഗ്രാമത്തിൽ വന്ന് രംഗസ്വാമിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. എന്നാൽ രംഗസ്വാമിയുടെ യാതൊരു അറിവും ആർക്കുമില്ല. 2-ാം തീയതിക്ക് ശേഷം ആരും അയാളെ കണ്ടിട്ടില്ല. എന്നാൽ രംഗസ്വാമിയുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ കാണിച്ചത് ആ ഗ്രാമത്തിൽ വച്ചാണ് അവസാനമായി ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുന്നതെന്നാണ്. ഈ കേസ് ഏത് ആംഗിളിൽ നിന്നും അന്വേഷിച്ച് തുടങ്ങണമെന്ന് കൺഫ്യൂസ്ഡായി നിൽക്കുന്ന സമയത്താണ് പാളയം സ്റ്റേഷനിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നത്. വിളിച്ചത് പാളയം സ്റ്റേഷനിലെ വനിതാ പോലീസ് ഓഫീസറായ കലയരസിയായിരുന്നു. അവർ പറഞ്ഞത് ഇവിടെ 72 വയസ്സുള്ള ഗോവിന്ദരാജ് എന്ന ആള് തൻ്റെ കൂട്ടുകാരനായ രംഗസ്വാമി എന്ന ആളെ കൊന്നെന്നും പറഞ്ഞ് സറണ്ടർ ആയിട്ടുണ്ട് എന്നാണ്. ഇത് കേട്ട പോലീസിന് തങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ ആശ്ചര്യമായി. രംഗസ്വാമിയെ എന്തിന് ഗോവിന്ദരാജ് കൊന്നുവന്ന് അന്വേഷിക്കേണ്ട ചുമതല ഉള്ളതിനാൽ പോലീസ് സംഘം പാളയം സ്റ്റേഷനിൽ പോയി ഗോവിന്ദരാജിനെ കസ്റ്റഡിയിലെടുത്ത് ഗുജിലിയംപാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റേഷനിൽ എത്തിച്ച് ഗോവിന്ദരാജിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസ് മൂക്കത്ത് വിരൽ വെച്ചു പോയത്. നടന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. ഗോവിന്ദരാജ് വണ്ണപ്പെട്ടിക്കാരൻ തോട്ടം എന്ന സ്ഥലത്ത് കുടുംബത്തോടെ താമസിക്കുകയായിരുന്നു. ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. ആകെയുള്ളത് ഒരേ ഒരു മകൻ വേൽരാജാണ്. അച്ഛനും മകനും മാത്രമായതോടെ മകനെ ഒരു കുടുംബജീവിതത്തിലേക്ക് മാറ്റാൻ ഗോവിന്ദരാജ് തീരുമാനിക്കുന്നു. അങ്ങനെ മകന് വേണ്ടി പെണ്ണന്വേഷിച്ചു കൊണ്ട് നടന്ന ഗോവിന്ദരാജിന് ഒരു ബന്ധു വഴി തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും ഒരു ആലോചന വരികയാണ്. മകനുമൊത്ത് ആ വീട്ടിൽ പോയി പെൺകുട്ടിയെ കാണുകയും അവളെ 2 പേർക്കും ഇഷ്ടമാവുകയും ചെയ്തു. അവളുടെ പേര് ഈശ്വരി. ഈശ്വരി ഇനി കുടുംബം നോക്കാൻ ഉണ്ടാകുമല്ലോ
എന്ന സന്തോഷത്തിൽ ഗോവിന്ദരാജ് മതിമറന്നു. വിവാഹം കഴിഞ്ഞ് മരുമകൾ എത്തിയതോടെ ആ വീട്ടിൽ സന്തോഷം വരാൻ തുടങ്ങി. ഈശ്വരി സ്വന്തം അച്ഛനെ പോലെയാണ് ഗോവിന്ദരാജിനെ നോക്കിയിരുന്നത്. വേൽരാജിന് ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി. ഗോവിന്ദരാജ് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ സെക്യൂരിറ്റിക്കാരനായി ജോലിയും നോക്കിയിരുന്നു. ഗോവിന്ദരാജിന് ഒരു ദിവസം ഡേ ഡ്യൂട്ടി ആണെങ്കിൽ പിറ്റേ ദിവസം നൈറ്റ് ഡ്യൂട്ടി, അങ്ങനെയായിരുന്നു ഷിഫ്റ്റ്. വേൽരാജും രാവിലെ പോയാൽ രാത്രിയെ വരികയുള്ളൂ. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം പകൽ മുഴുവൻ ഗോവിന്ദരാജും ഈശ്വരിയും മാത്രമാണുള്ളത്. മരുമകളെ മകളെപ്പോലെ നോക്കേണ്ട അമ്മായിയപ്പന് മരുമകളോട് ഒരു കമ്പം തോന്നാൻ തുടങ്ങി. ഇത് ഈശ്വരിക്ക് മനസ്സിലാകും വിധം അയാൾ പ്രകടിപ്പിക്കാനും തുടങ്ങി. ആദ്യം അധികം ശ്രദ്ധിക്കാതെ നടന്നെങ്കിലും പോകെ പോകെ ഈശ്വരിയും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളും അച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തേണ്ട ഗോവിന്ദരാജിനോട് അടുപ്പം കാണിക്കുകയാണ്. ഇവർ തമ്മിൽ അതിരുവിട്ട ഒരു ബന്ധം അവിടെ മുതൽ തുടങ്ങുകയാണ്. മകനില്ലാത്ത പകലെല്ലാം ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരുന്നു. ഇതൊന്നും പാവം വേൽരാജ് അറിയുന്നുണ്ടായിരുന്നില്ല. താൻ ജോലിയിൽ മുഴുകുമ്പോഴും അച്ഛൻ കുടുംബത്തിലുണ്ടല്ലോ എന്ന വിശ്വാസമായിരുന്നു അയാൾക്ക്. എന്നാൽ അച്ഛനും ഭാര്യയും വേൽരാജിനോട് ദ്രോഹവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകവെയാണ് പഴയ കൂട്ടുകാരനായ ഗോവിന്ദരാജിനെ കാണാനായിട്ട് രംഗസ്വാമി അവിടെ എത്തുന്നത്. ഈ സമയത്ത് ഗോവിന്ദരാജ് ഡേ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. ഈശ്വരിയുടെ സൽക്കാരവും പെരുമാറ്റവും എല്ലാം രംഗസ്വാമിക്ക് വളരെ അടുപ്പം അവളോട് തോന്നിക്കുകയാണ്. രംഗസ്വാമിക്ക് ഗോവിന്ദരാജിനേക്കാൾ ഭൂസ്വത്തുണ്ടെന്ന് മനസ്സിലാക്കിയ ഈശ്വരി രംഗസ്വാമിയുമായിട്ടും വഴിവിട്ട രീതിയിലുള്ള ബന്ധം വയ്ക്കുന്നു. പോകെ പോകെ രംഗസ്വാമി ആരുമില്ലാത്തപ്പോൾ എല്ലാം അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇയാൾ ഈശ്വരിയോട് പറയുകയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് ഗോവിന്ദരാജ് കണ്ടുപിടിച്ചാൽ പ്രശ്നമാകും. അതുകൊണ്ട് എൻ്റെ ഒരു വീട് ഒരിടത്ത് ഒഴിഞ്ഞു കിടപ്പുണ്ട്. നീ അവിടെ വന്ന് താമസിച്ചാൽ നമുക്ക് സന്തോഷമായിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയും പറഞ്ഞത് കൂടാതെ പണമൊക്കെ കാട്ടി ഈശ്വരിയെ ഇയാൾ ഇങ്ങനെ വലയിലാക്കുകയും ചെയ്തു. ഈശ്വരി ഇത് നല്ലൊരു ഓഫറായിട്ട് സ്വീകരിക്കുകയാണ്. എന്നാൽ രംഗസ്വാമിയുമായിട്ട് ഈശ്വരിക്കുള്ള അടുപ്പം അമ്മായിയപ്പനായ ഗോവിന്ദരാജിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈശ്വരി പതിയെ അമ്മായിയപ്പനായ ഗോവിന്ദരാജുമായിട്ട് അകലാൻ തുടങ്ങി. മാത്രവുമല്ല ഭർത്താവായ വേൽരാജിൻ്റെ മനസ്സും അവൾ മാറ്റി. വേൽരാജ് ഒരു ദിവസം ജോലി ആവശ്യമായിട്ട് വീട്ടിൽ വരാതിരുന്നത് അവൾ മുതലെടുക്കുകയാണ്. പിറ്റേ ദിവസം വന്ന വേൽരാജിനോട്, വെളുപ്പാങ്കാലത്ത് അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ എഴുന്നേറ്റ ഞാൻ അച്ഛൻ്റെ മുറിയിൽ ഒരു സ്ത്രീയുമായി അച്ഛനെ കണ്ടു. അച്ഛൻ്റെ സ്വഭാവം വളരെ മോശമാണ്. ഇങ്ങനെയൊക്കെ ഏഷണി പറഞ്ഞു കൊടുക്കുന്നു. ഇതൊന്നും ഗോവിന്ദരാജിനോട് ചോദിക്കാൻ നിൽക്കരുതെന്നും അവൾ താക്കീത് കൊടുക്കുകയാണ്. നമുക്കൊരു വീട് രംഗസ്വാമി മാമൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാടകയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ടേക്ക് മാറാം എന്ന് ഈശ്വരി പറയുന്നതും അച്ഛൻ്റെ സ്വഭാവം വളരെ മോശമായി തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വേൽരാജ് ഈശ്വരി പറയുന്നത് അനുസരിക്കുകയാണ്. ഈശ്വരിയെയും മക്കളെയും കൊണ്ട് രംഗസ്വാമിയുടെ വീട്ടിലേക്ക് വേൽരാജ് വീട് മാറുന്നു. ഈശ്വരിയുടെ ഈ മാറ്റത്തിനെല്ലാം കാരണം രംഗസ്വാമിയാണെന്ന് ഗോവിന്ദരാജിന് അറിയാം. വീട് മാറിയതോടുകൂടി ആ പക ഇരട്ടിച്ചു. ഇതേ സമയം ഈശ്വരിയും രംഗസ്വാമിയും സന്തോഷത്തോടെ അവരുടെ രഹസ്യബന്ധം അവിടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രംഗസ്വാമിയെ കൊല്ലണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ എത്തിച്ചേർന്ന ഗോവിന്ദരാജ് പിന്നീട് അതൊന്നും മാറ്റി ചിന്തിക്കുകയാണ്. ഒരു പക്ഷേ രംഗസ്വാമിയോട് നേരിട്ട് സംസാരിച്ചാൽ അയാൾ ഈശ്വരിയെയും വേൽരാജിനെയും തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വിട്ടാലോ എന്ന് ചിന്തിച്ച ഗോവിന്ദരാജ് രംഗസ്വാമിയെ ഫോൺ വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു. സംഭവം നടന്ന അന്ന് രംഗസ്വാമി ഗോവിന്ദരാജിൻ്റെ വീട്ടിൽ വരികയാണ്. രണ്ടുപേരും കൂടി ഈശ്വരയെ പറ്റിയാണ് തുടക്കം മുതലേ സംസാരം. ഈശ്വരിയുമായുള്ള എല്ലാം ഉപേക്ഷിക്കണമെന്ന് അയാൾ രംഗസ്വാമിയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ സാധ്യമല്ല എന്ന ഉറച്ച മറുപടിയാണ് രംഗസ്വാമിയിൽ നിന്നും ഗോവിന്ദരാജ് കേൾക്കുന്നത്. ഇതോടെ വാക്കുതർക്കവും അത് കയ്യാങ്കളിയുമായി. രംഗസ്വാമിയുടെ തല പിടിച്ച് സിമന്റ് തൂണിൽ ഗോവിന്ദരാജ് കൊണ്ട് ആഞ്ഞിടിക്കുകയാണ്. അതിൽ അയാളുടെ തല പൊട്ടി ചോര വാർന്ന് രംഗസ്വാമി മരണപ്പെട്ടു. മരണം ഉറപ്പാക്കിയ ശേഷം ബോഡി ചാക്കിലാക്കി രാത്രി 1 മണിയോടെ ഗ്രാമവാസികൾ ആരുമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഒരു തോട്ടത്തിൽ കൊണ്ടുപോയി ഇയാൾ കത്തിക്കുകയാണ്. മുഴുവനും കത്തും വരെ ഇയാൾ അവിടെ വെയിറ്റ് ചെയ്തു. കത്തിയ ശേഷം ചാരവും അവശിഷ്ടങ്ങളും വാരി യാതൊരു തെളിവും തന്നിലേക്ക് വരരുതെന്ന് ഉറപ്പിച്ചിട്ട് ആറ്റിൽ കൊണ്ട് കളയുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത ശേഷം കിടന്നുറങ്ങി.
ആരും തന്നിലേക്ക് വരുന്നില്ല എന്ന സമാധാനത്തോടെ ഇരുന്നപ്പോഴാണ് രംഗസ്വാമിയുടെ മകൻ അച്ഛനെ കാണാനില്ല എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതും. ഇനി എന്തായാലും പിടിക്കപ്പെടുമെന്ന് കരുതിയാണ് നേരിട്ട് പോയിട്ട് ഗോവിന്ദരാജ് സറണ്ടർ ആവുന്നത്. പോലീസ് ക്രൈം സീനിൽ പോയെങ്കിലും യാതൊരു തെളിവും ഗോവിന്ദരാജിനെതിരെ കണ്ടുകിട്ടിയില്ല. എന്നാലും നേരിട്ട് കുറ്റമേറ്റു പറഞ്ഞതിൽ പ്രകാരം കോടതി ഇയാളെ ജീവപര്യന്തം ശിക്ഷിക്കുകയാണ്. എന്നാൽ ഈശ്വരി യാതൊരു പ്രശ്നവുമില്ലാതെ അപ്പോഴും പുറത്ത് സന്തോഷമായി ജീവിക്കുന്നു. പ്രായം പോലും നോക്കാതെ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് 2 വയസ്സന്മാർ തമ്മിലടിച്ച് ഒരാൾ മരിക്കുകയും ഒരാൾ ജയിലിലാവുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തവൾ പുറത്ത് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.